മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഇയാൾ തരയിൽ നിർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിവില. ഞാൻ വരുന്നത് ചാലക്കുടി കുറ്റിക്കാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 10 ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യൂട്യൂബിൽ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അവൾ പഠിക്കാൻ അല്പം മോശമായിരുന്നു. പരീക്ഷകൾക്കെല്ലാം തീരെ മാർക്കില്ലായിരുന്നു. ആ സമയത്ത് അവൾ പരീക്ഷകൾക്ക് പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണുകയും അതിൽ ഞാൻ അവൾക്ക് 77% മാർക്കെങ്കിലും നൽകി അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 78.5% നൽകുകയും +2-ന് അവൾക്ക് 95.5% നൽകി അവൾക്ക് നല്ലൊരു വിജയം നൽകുകയും ചെയ്തു. മാതാവ് അതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ഒരു 3ാമതായി ഒരു സർജറി ഡോക്ടർ പറഞ്ഞപ്പോഴാണ്. എനിക്ക് ചെറുകുടലിന് ക്രോൺസ് ഡിസീസസിന് 2 സർജറി ഇതിക്ക് മുന്നേ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത് എൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈനും റെക്ടത്തിനും സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ സമയം എൻ്റെ ബോഡി നല്ല വീക്കും എൻ്റെ വെയിറ്റ് ഭയങ്കര ലോയുമായിരുന്നു. അത് ചെയ്യുന്നത് ഒത്തിരി കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് എൻ്റെ മാതാവേ എൻ്റെ ഈ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുമായിരുന്നു. ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് സമ്മതിച്ചൊന്നുമില്ലായിരുന്നു. പിന്നീട് ഈ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും തേനും ഉപ്പും വെള്ളത്തിൽ ചാലിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ഇനി സർജറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിൻ്റെ കാശ് ഞങ്ങളുടെ തിരിയിൽ തെളിഞ്ഞു വന്നു. ഈ മാതാവിൻ്റെ രൂപം കണ്ടതുവഴി മാതാവ് തന്നെയാണ് എനിക്ക് ഈ സർജറി ഒഴിവാക്കി തന്നതിന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതിന് കോടാനുകൂടി നന്ദി. അടുത്തത് ഞങ്ങൾ 12 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു വീടെന്ന സ്വപ്നം ഞങ്ങളുടെ ഒത്തിരിയേറെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടി എടുത്ത വർഷം തന്നെ ഞങ്ങൾ 12 സെൻറ്റ് സ്ഥലമെന്ന് വിചാരിച്ചെങ്കിലും 13 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. വീട് വയ്ക്കാൻ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് ജപമാല റാലി പങ്കെടുക്കുകയും ആ പിറ്റേ മാസം തന്നെ വീട് വയ്ക്കാമെന്ന തീരുമാനത്തിൽ വരികയും ചെയ്തു. 2024 സെപ്റ്റംബറിൽ വീടിന് കല്ലിടുകയും കല്ലിടുന്ന സമയത്തും പണിയുടെ സമയത്തും എല്ലായ്പ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഓരോ ഘട്ടത്തിലും വയ്ക്കുമായിരുന്നു. കട്ടിൽ വയ്ക്കുമ്പോഴും കോൺക്രീറ്റ് ചെയ്യുമ്പോഴും എല്ലാം മാതാവിൻ്റെ കാശുരൂപം വെച്ച് മാതാവ് തന്നെ വീട് പണി നോക്കണമെന്നും മാതാവ് തന്നെ ഞങ്ങൾക്കിത് ഭവനം നല്ല രീതിയിൽ പണിത് തരണമെന്നും മാതാവിന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടെങ്കിലും മാതാവ് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാനും ഫെബ്രുവരി 2026 ഫെബ്രുവരി 7 മാതാവിൻ്റെ ദിവസം 7 തന്നെ ഞങ്ങൾക്ക് വെഞ്ചിരിപ്പ് നടത്തുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഒത്തിരി അനുഗ്രഹം നൽകിയതിന് മാതാവിന് കോടാനുകോടി നന്ദി. അമ്മയുടെ ദിവസമായ 7 തന്നെ ഞങ്ങൾക്ക് അത് വെഞ്ചിരിപ്പ് നടത്താൻ മാതാവ് സാഹചര്യം ഒരുക്കി തന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. മക്കൾ പരീക്ഷകൾ പോകുമ്പോൾ ഞാൻ അവരുടെ നെറ്റിയിലും തൈലം പൂശുകയും ഉപ്പ് കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യുമായിരുന്നു. അവർ നെറ്റിത്തുനിന്ന് തൈലവും ഉപ്പും പരീക്ഷ പേപ്പറിലാക്കുന്ന വഴി അവർക്ക് ഒത്തിരി വിജയങ്ങൾ പരീക്ഷകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ വയറിൽ പുരട്ടി പുറത്ത് പോകുമ്പോഴെല്ലാം വയറിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയിട്ടേ പുറത്ത് പോകുള്ളൂ. എനിക്ക് മോശം പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് വഴി പുറത്ത് പോകുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് എനിക്ക് മാറിക്കിട്ടുകയും മാതാവ് എന്നെ സംരക്ഷിക്കുകയും ചെയ്തു പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി എല്ലാ മാസവും ഞങ്ങളുടെ അവിടെയുള്ള ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും സ്ഥലത്തും എല്ലാം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഓർഫനേജിൽ പോവുകയും അവിടെ വേണ്ട സഹായങ്ങളും ഓൾഡ് ഏജ് ഹോമിൽ ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളും ഭവനമില്ലാത്തവർക്ക് ഭവനം വയ്ക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളും എല്ലാം വരുന്നവർക്ക് എല്ലാം അവരുടെ സാഹചര്യങ്ങൾ എന്താണോ അത് നോക്കി മനസ്സിലാക്കി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് കോടാനുകൂടി നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ ആദ്യമൊന്നും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവില്ല, ഞായറാഴ്ചകളിലായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും തന്നെ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും തന്നെ മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഒക്കെ സാധിക്കണം. ബൈബിൾ വായിക്കുന്നതിനും മുടക്കം വരാതെ തന്നെ ബൈബിൾ വായിക്കാനും പരമാവധി ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ശ്രമിക്കുന്നുണ്ട്.
ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. നിയമാവർത്തനം 7-ാം അധ്യായം 15-ാം വചനമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മീകമായും മാനസികമായും ശാരീരികമായുമുള്ള ഒരു രോഗസൗഖ്യങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ സന്നിധിയിൽ നാം കേൾക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും ദൈവം നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിത ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ഏറ്റവും വലിയ കവചം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്കും രോഗശാന്തിയും ആത്മീയ സൗഖ്യമാണ് ലഭിക്കുന്നത്. കുടുംബങ്ങളിൽ കൂടുതൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നു. വിശ്വാസം ശക്തമാക്കുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയിലും ഈശോയിലും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് വിശ്വാസവും അനുസരണവും അനുഗ്രഹത്തിൻ്റെ വഴി തുറന്നു തരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നിവില ജോഫി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ മകളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ വെച്ചാണ് കൃപാസനത്തെ പറ്റി കേൾക്കുക. അതായത് ഫോണിൽ കൂടെ നോക്കിയപ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒരു യൂട്യൂബ് കാണുകയും പിന്നീട് അന്നേരം മകളുടെ പരീക്ഷയുടെ സമയമായിരുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നല്ല റിസൾട്ടോടുകൂടി പാസ്സാകാൻ സാധിച്ചു. പിന്നീടാണ് ഈ മകൾ 2 സർജറി കഴിഞ്ഞു വീട്ടിലിരിക്കുകയായിരുന്നു. പിന്നീട് രോഗം മൂർച്ഛതയിലെത്തിയപ്പോൾ, അതായത് 2 സർജറി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ സർജറി ഉണ്ടായിരുന്നു. ആ സർജറിക്ക് ശേഷം വീണ്ടും ഒരു 3ാമതൊരു സർജറി പറഞ്ഞപ്പോഴാണ് ഈ മകൾക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ള തീരുമാനമായത്. കാരണം 3ാമതൊരു സർജറിക്കുള്ള ഹെൽത്ത് വെരി വീക്കായിരുന്നു. പിന്നെ കുടുംബത്തിൽ നിന്നും പറഞ്ഞു, ഉടമ്പടി എടുത്താൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധിക്കുമോ നിനക്കെന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ വീക്ക് ശരീരവും പിന്നെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകുവാനുള്ള പറ്റുമോ എന്നുള്ളൊരു ഭയമായിരുന്നു ഈ മകൾക്ക്. എങ്കിലും വിശ്വാസത്തോടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, ഈ സർജറി കാണരുതേ എന്ന്. കാരണം 2 പ്രാവശ്യം ഓൾറെഡി സർജറി ചെയ്തു. 3ാമതൊരു സർജറി ലാർജർ ഇൻറ്റസ്റ്റൈന് വേണ്ടിയിട്ടായിരുന്നു, പിന്നെ റെക്ടമിന് വേണ്ടിയിട്ടായിരുന്നു. ഈ 2 സർജറികളുടെ താങ്ങാനുള്ള ശക്തിയില്ലാത്തതിനാൽ ഈ മകൾ ഈ സർജറി മാറ്റണമേ എന്നാണ് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സർജറി മാറുകയും പിന്നീട് ഡോക്ടറെ 3 ആഴ്ച കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് 3 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറയുകയും സർജറി വേണ്ട എന്ന് പറയുകയും ആ മകൾ കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് സർജറി ഇല്ലാതെ തന്നെ ആ രോഗം സൗഖ്യപ്പെടുത്തി ഈശോ. പിന്നെ അത് ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് മകൾക്ക് മനസ്സിലായത് അന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു രൂപമായിട്ട് വരികയും അത് നല്ല വ്യക്തമായിട്ട് തന്നെ ഫോട്ടോ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മെഴുകുതിരിയിൽ വന്ന മാതാവിൻ്റെ കൃപാസനം അമ്മയുടെ രൂപം തന്നെയാണ് മകൾക്കൊരു പ്രത്യേക ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊടുത്തത്. അത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവിടെ ഇടപെട്ട് ആ സർജറി ക്യാൻസലാക്കി കൊടുത്തതെന്ന്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. നമുക്കെല്ലാം അസാധ്യമാകും തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ കേൾക്കുന്നു. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തെങ്കിലെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നീട് ഈ മകൾ പറഞ്ഞൊരു വലിയ സ്വപ്നമായിരുന്നു. 12 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിച്ചു. വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തതിനാൽ അങ്ങനെ ഒരു സ്വപ്നം മാത്രമായിട്ട് വീണ്ടും പക്ഷെങ്കിൽ അസാധ്യമെന്ന കാര്യങ്ങൾ നിയോഗങ്ങളിൽ സമർപ്പിക്കാനായിട്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. അതിന് പ്രകാരം നിയോഗത്തിൽ വെച്ചിരുന്നു. അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 12 വർഷം നടക്കാതിരുന്ന കാര്യം പെട്ടെന്ന് ഇവർക്ക് മകൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, 12 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടണമേ എന്ന്. 13 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും പിന്നീട് ഒരു ഭവനം വയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. 12 വർഷം നടക്കാതിരുന്നാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയും അമ്മയും ഇടപെട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 12 വർഷം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ആ മകൾക്ക് ഒരു നല്ലൊരു വീട് സ്ഥലം മേടിക്കുവാനും ഒരു ഭവനം നിർമ്മിക്കുവാനും സാധിച്ച്. അതും 7-ാം തീയതി, അതായത് പരിശുദ്ധ അമ്മയുടെ ദിവസം തന്നെയാണ്, ഫെബ്രുവരി 7-ാം തീയതി ആ ഭവനത്തിൻ്റെ കയറി താമസിക്കുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന്
നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവനെ എഴുന്നേൽപ്പിക്കുമെന്നാണ് യാക്കോബിൻ്റെ ലെറ്ററിൽ 5-ാം അധ്യായം 15-ാം വചനം പറയുന്നത്. നമുക്ക് നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കരം പിടിച്ച് ദൈവത്തിലേക്ക് നയിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്കും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലിവില ജോഫിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.